രാവിലെ എനിക്കിപ്പോൾ ഭയങ്കര തണുപ്പായിട്ടാട്ടോ ഞാൻ ഇത് നോക്കുമ്പോൾ ആദർശേട്ടൻ ജനാലൊക്കെ തുറന്നിട്ടിട്ടാണ് കിടക്കുന്നത് ഗൈസ്. അത് കാരണം നമുക്ക് ഇന്നലെ തീരെ ചൂടെടുത്തില്ല, നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അമ്മ ഇത് അമ്മയുടെ പണി തുടങ്ങിയിട്ടാ. കനാലിൽ വെള്ളം വിട്ടാൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. വീട്ടിലെ പുതപ്പും ചവിട്ടിയും ഒക്കെ പോയിട്ട് കനാൽ വെള്ളത്തിൽ തല്ലി തിരുമ്പി കൊണ്ടിടും. ഇതൊക്കെ എങ്ങനെ പൊക്കിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഒന്നാമതേ നല്ല കട്ടിയുള്ള കമ്പിളിപ്പുതപ്പാണ്, അതിൻ്റെ കൂടെ നനഞ്ഞും കൂടി കഴിഞ്ഞ് എങ്ങനെ പൊക്കിയെന്നാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം മറിജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ നമ്മുടെ ആമീനെ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആമയ്ക്കൊന്ന് ചീകി കൊടുക്കാൻ ചീർപ്പൊക്കെ എന്നോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ. നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാലത്തിൻ്റെ അവിടെ കുറേ ചെടികൾ നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ അർജു ഇതേ വെള്ളത്തിലേക്ക് ചാടി. പിന്നെ അമ്മയും ആദർശനും കൂടിയിട്ട് ആമീനെ ഇങ്ങനെ മുക്കി തോർത്തി എടുക്കുന്നുണ്ട്. അങ്ങനെ ആമിപ്പണ്ണിന്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ സെറ്റായിട്ടോ. പക്ഷെ എന്നാലും കുട്ടി ഭയങ്കര വിറയായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. അങ്ങനെ ആദർശനും അമ്മയും കൂടി അതിനെ തുടച്ച് വൃത്തിയാക്കുന്നു. അർജു ഇപ്പം ഇങ്ങനെ ഓടിപ്പോടുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. അവൻ ആ അറ്റത്ത് പോയി ചാടിയിട്ട് ദേന ഇങ്ങനെ ഒലിച്ച് വീഴും. പിന്നെ നമ്മൾ ഡ്രയറൊക്കെ എടുത്ത് ആമീനെ ഫുള്ള് ഇങ്ങനെ ആദർശമായിട്ട് ഇതാക്കി കൊടുത്തു കേട്ടോ, ഡ്രൈ ചെയ്ത് കൊടുത്തു. അപ്പം തന്നെ അവൾക്ക് ഭയങ്കര ഒരു ഇതായിട്ടോ. പിന്നെ ഇതാ മരുന്നൊക്കെ ഉണ്ടായിരുന്നു, അത് കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ അടുക്കളയിൽ കുറേ പാത്രങ്ങൾ കഴുകാണ്ട്. രാവിലെ തന്നെ അമ്മ തിരുമ്പാൻ പോയ കാരണം വീടാകെ അലങ്കോലപ്പെട്ട് കയറിക്കട്ടെ. അപ്പം ഞാൻ എന്തായാലും ഒന്ന് അടിച്ചോരി അമ്മനെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. കാലം തെറ്റി വന്നൊരു പീരീഡ്സ് ആയതുകൊണ്ട് എനിക്ക് കുറേ പപ്പക്കായും പൈനാപ്പിളൊക്കെ കഴിക്കേണ്ടി വന്നു കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ എൻ്റെ മുമ്പ് നിന്ന് എപ്പോഴും എടുത്തും മാറ്റുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ആവശ്യത്തിലേറെ ഇവർ കഴിക്കാൻ തന്നു. പക്ഷേ കുറേ കിട്ടുമ്പോൾ എന്താ എനിക്കും പെട്ടെന്ന് മടുത്തു ഗൈസ്. അങ്ങനെ കുറച്ച് ഞാൻ ആദർശനും കൊടുത്ത് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലൊക്കെ നന്നാക്കി കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ നന്നാക്കി കൊടുത്ത് ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും എൻ്റെ നഖം പൊട്ടി ഗൈസ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും പണി അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പണി കഴിഞ്ഞാൽ എൻ്റെ നഖം പെട്ടെന്ന് പൊട്ടും. പിന്നെ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ അധികം സ്പെഷ്യലൊന്നുമില്ല. നമ്മുടെ ഓമക്കായും പയറക്കൊട്ടൊരു കറി, പിന്നെ ഉണക്കമീൻ വറുത്തത്, ചെമ്മീൻ ചമ്മന്തി, മീൻകറി, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ടാണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ അമ്മ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും ആദർശനും കൂടിയിട്ട് അവളെ വീട്ടിലേക്ക് പോകേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ കടയിൽ കയറി കൊള്ളി, ചിക്കൻ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. തേജപ്പന് മിഠായി അതൊക്കെ വാങ്ങിച്ചിട്ട് പോകട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഫിസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ആദർശൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവൾ ന്യൂഡിൽസും അതുപോലെ തണ്ണിമത്തൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഇപ്പോൾ വിളക്കൊക്കെ വെച്ചു. ഇത് കൊള്ളി പുഴുങ്ങണ അതിൻ്റെയൊക്കെ ഓരോ പരിപാടിയിലാണ് കേട്ടോ. കാർ കണ്ടപ്പോൾ തേജപ്പനെ അത് വൃത്തിയാക്കിയേ പറ്റൂ. അങ്ങനെ തേജപ്പനും എല്ലാവരും കൂടിയിട്ട് കാർ ക്ലീൻ ചെയ്തു. വൈകുന്നേരം ഇപ്പം നമ്മൾ കുറേ സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. വിനീഷേടം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഒരാളുടെ കാലും തലയൊക്കെ നമ്മളിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇതാ തേജപ്പൻ്റെ അമ്മമ്മേനെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവന് ഓരോ കളികളും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഓരോന്നിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ ഇതാ പഞ്ചഗുസ്തി മത്സരമൊക്കെ ആയിരുന്നു രണ്ടുപേരും തമ്മിൽ. ലാസ്റ്റ് അമ്മ തോൽപ്പിച്ചു. പിന്നെ അമ്മമ്മേനെ അവനെ തോൽപ്പിച്ചേ പറ്റൂ പറഞ്ഞിട്ട് കിടന്നിട്ടും തിരിഞ്ഞിട്ടൊക്കെ അവൻ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ വിനീഷേട്ടൻ വന്നു. വിനീഷേട്ടൻ വന്നിട്ട് നമ്മൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിട്ട് ഇരുന്നു കേട്ടോ. അങ്ങനെ 11 മണിക്ക് ആയപ്പോഴാണ് എൻ്റെ കുഞ്ഞാവയ്ക്ക് വെച്ചുന്നത്. അപ്പോൾ ഇത് ഇനി വാരി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.